ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മസാല ദോശയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടായി കട്ട് ചെയ്ത ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളയാം. ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞെടുത്ത ശേഷം ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള സവോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 3 പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലപോലെ വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. മസാല ദോശയിലേക്കുള്ള ഉരുളക്കിഴങ്ങ് റെഡിയായിട്ടുണ്ട്. ഇനി ദോശ തയ്യാറാക്കാം. പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ദോശ തയ്യാറാക്കാം. മുകളിലേക്ക് കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റെഡിയായിട്ടുള്ള ദോശയുടെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് മസാല വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് എതിർ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ദോശയോടൊപ്പം കഴിക്കാൻ വെള്ള ചട്നിയും സാമ്പാറുമാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസാല ദോശ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? എൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് മസാല ദോശ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.